ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ ക്രാഫ്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോഴും കുറച്ച് നാൾ മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ലബൂബു. അപ്പോൾ അതെനിക്ക് ഒരിടക്ക് കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. എനിക്ക് ലബൂബു വേണം എന്ന് കുറേ നാൾ മുമ്പ് കുറേ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ സാധനം വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോഴത്തേക്ക് ഞാൻ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ലബൂബുവിനെ ഉണ്ടാക്കി. ഇത് വീഡിയോ എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നല്ല പെട്ടി ഒപ്പിച്ചേനെ. പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന്. അപ്പം എൻ്റെ വേറെ കുറച്ച് ക്രാഫ്റ്റ് കൂടി കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ലബൂബു അൺബോക്സിങ് ആണ്. എൻ്റെ ലബൂബു കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നു. ഇച്ചിരി നീണ്ട പെട്ടിയായി. ഇപ്പോൾ ഇതൊക്കെ ഇച്ചിരി പൊക്കത്തേക്ക് വരണ്ടായിരുന്നു. ഇതൊന്നും ഇല്ല ശരിക്കും ബോക്സിൽ. ഇത് ഒറിജിനൽ പടം കേട്ടോ. അപ്പോൾ അത് ഞാൻ ട്രേസ് ചെയ്ത പോലെ വരച്ചെടുത്തതാണ് ഞാൻ. അപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ ഈ വശമൊക്കെ? അപ്പോൾ നമ്മുടെ ലബൂബുവിൻ്റെ ഈ ബോക്സിൻ്റെ ഈ വശം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ട് നോക്കി ഉണ്ടാക്കിയാണ്. അതിൽ ബാക്കൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ മാത്രമാണ് ഇതിൻ്റെ ബാക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ 1 2 3 4 5 ഇതാണ് റെയർ പീസ് ബ്ലാക്ക് കളർ കൂടിയിട്ടുള്ള, പിന്നെ ബ്രൗണും അങ്ങനത്തെ കുറേ കളർ എനിക്കിനെ കുറിച്ച് ഒത്തിരി അറിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 വരേണ്ടത്. എനിക്കിത് നീട്ടത്തിലുള്ള ബോക്സ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ 2 കൂടി വരക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ വരച്ച് വന്നപ്പോൾ ഇത്രയായി. ഞാൻ കളറൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് 5 ഉള്ളല്ലോ എന്ന്. അപ്പോൾ എന്തോ 2 പീസ് കൂടി ഉണ്ടായിരുന്നു. മിസ്സായിപ്പോയി ഗൈസ്. എനിക്ക് വരക്കാൻ പറ്റിയില്ല, മറന്നു പോയതാണ് സത്യമായിട്ടും. അതിന് ഇത്രയും സ്ഥലം ഞാൻ വിട്ടതാണ്. അപ്പോൾ ഇത് താഴ്ത്ത് വരണ്ടായിരുന്നു, ഈ ഡിസൈൻ വരണ്ടേ അല്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ കാണിച്ച് വരച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ലബൂബു ഇതാണ് ഗൈസ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ തുറക്കുന്ന സംഭവമുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു ചേട്ടായിൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുറന്നോട്ടെ എന്ന് പറഞ്ഞ് ചേട്ടായി പറഞ്ഞു വീഡിയോ എടുക്കാൻ ഗൈസ് എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴത്തേക്ക് നമുക്ക് തുറക്കാം ഗൈസ്. അയ്യോ ഇത് വരുന്നില്ലല്ലോ. ഇതിൽ സൗണ്ടൊന്നും വരില്ല, എന്നാലും ഞാൻ വെച്ചിട്ടൊന്ന് വെക്കുന്നേ ഉള്ളൂ. സൗണ്ടില്ല. തുറക്കാം ഗൈസ്. ഇപ്പോൾ സൗണ്ട് വന്ന്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല ഗൈസ്. ഇത് ഞാൻ കത്തിയൊക്കെ ഇട്ട് തുളച്ചതാണ്. എന്നാലും പറ്റുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. ഈ പീസ് നമുക്ക് ആവശ്യമില്ല. തുറക്കാം ഗൈസ്. ഇപ്പോഴേ നിങ്ങൾ കാണിക്കില്ലേ നമ്മുടെ ലബൂബുവിലെ പീസ് ഇതാണ് നമുക്ക് കിട്ടിയ കളർ. എനിക്ക് കാണാം, പക്ഷെ നിങ്ങൾക്ക് കാണില്ല അല്ലേ? കാണിക്കട്ടെ. ഇതേകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലബൂബുവിനെ കണ്ടാൽ നിങ്ങൾ പേടിച്ച് പോകും ഗൈസ്. അത് അമ്മാതിരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ വീഡിയോ എടുക്കുന്നൊക്കെ ഞാൻ ഓർത്തില്ലെങ്കിൽ സ്ക്വിഷി പോലെയൊക്കെ ഉണ്ടാക്കി ഇച്ചിരി കൂടി വലിയ പെട്ടിയിലൊക്കെ ആക്കിയേനെ. പക്ഷെ ഇതിപ്പോൾ ഞാൻ ചുമ്മാ തുറക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കാൻ നമ്മൾ പിന്നെ വീഡിയോ എടുത്തു. അപ്പോൾ നമുക്കിത് തുറക്കാം ഗൈസ്. ഇതും തുറക്കാൻ പറ്റുമേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതി രണ്ടും തുറക്കാൻ പറ്റിയില്ല. നമ്മുടെ ലബൂബു കളർ നമുക്ക് നോക്കാം. ചുമ്മാ പേപ്പർ വെട്ടിയെടുത്ത് വെച്ചേക്കണതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ വരച്ചതാണ് ഗൈസ്. ഇതൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി സമയമെടുത്തു. നമ്മുടെ ലബൂബു ഇതിൽ വന്നേക്കണ ആ പീസ് ഈ കളറാണ്. ഇതിൻ്റെ വലുതാണ് ഗൈസ് ശരിക്കുള്ള ലബൂബു. പക്ഷെ എനിക്ക് ചെറുതായി അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല രസമില്ല, ക്യൂട്ടായിട്ടുണ്ട്. വാവ്. പക്ഷെ എനിക്ക് ഈ കളറല്ല ഈ ശരിക്കും പറഞ്ഞാൽ ലബൂബുവിൽ ഇഷ്ടമുള്ള. എനിക്ക് ഈ പച്ച കളർ കിട്ടണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഈ പച്ചയല്ല കേട്ടോ, എൻ്റെ ഒറിജിനൽ പച്ചയുടെ ഒരു കളറാണ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത്. മിക്കവർക്കും പിങ്കാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ എനിക്കൊരു തലരിഞ്ഞ കളർ പച്ചയാണ് ഇഷ്ടം. അപ്പോൾ ആ പച്ച കളർ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ പച്ച അടിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ച സ്കെച്ചേ ഉള്ളൂ, പച്ച ഇതില്ല, പെൻസിൽ കളർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിങ്ക് ആക്കിയത്. പച്ച അടിച്ച് വെച്ചാൽ അത് ഇതുപോലെ ഇരിക്കും. ഇതിന് നല്ലത് പിങ്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നി. മഞ്ഞ അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ പിന്നെ ഞാൻ പെൻസിൽ വെച്ച് കളർ അടിച്ചതാണ്. അപ്പോൾ നമുക്ക് പിങ്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മിക്കവാറും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ലബൂബുവിനെ? പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു സാധനത്തിന് ഇട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇത് വരേണ്ടതാണ്. പക്ഷേ ആ പാക്കിങ്ങിൽ ഈ സാധനത്തിന് വെച്ച് കണ്ടുകൊണ്ട് എൻ്റെ ചങ്ക് തകർന്നു. ഇത് ഞാൻ ഈ പെട്ടീൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാണ് വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് മാറ്റിയതാണ്. പക്ഷേ ഇതിനെ കാണിച്ചില്ല, എനിക്ക് വിഷമമാവും. കാരണം ഞാനിത് കുറേ നാൾ മുമ്പ് കഷ്ടപ്പെട്ട് ഫോയിൽ പേപ്പറൊക്കെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കിയാണ്. മിനിഞ്ഞാന്നാണ് ഇതിൽ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തു വെച്ചത്.
പച്ച കളറാക്കാൻ നോക്കിയാണ് ഗൈസ്, കോളായിപ്പോയി. ഇത് ലബൂബു അല്ല ഗൈസ്, ഇതെന്തോ വിചിത്ര ജീവിയാണ്, നികിഷ്ട ജീവി. ഓ, ഇതിപ്പോൾ ചുമ്മാ വരച്ച് വെച്ചാൽ എനിക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് ഇതിൽ ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് ഇതിൽ കളർ കൊടുക്കും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ട് വരച്ചാണ്. ഇത് കളർ മാറ്റി കൂട്ടാം ഞാൻ. ഇത് വേറെ വല്ല കളറും ഇനി അടിക്കാൻ വേണ്ടി പോവുകയാണ്. പഞ്ഞിയൊക്കെ വെച്ച് ഒരുമാതിരി ഇരിക്കുന്ന ലബൂബു കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നല്ലേ. ഇത് നിങ്ങളെ കാണിക്കേണ്ടതെന്ന് വെച്ചാണ് പിന്നെ കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് ഈ ലബൂബുവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ട്, കൊള്ളാമോ ഗൈസ്? ഇത് ഞാൻ ശരിക്കും തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണം. തൂക്കിയിടാൻ വേണ്ടി ഞാൻ നോക്കും. അപ്പോൾ ലബൂബുവിനെയൊക്കെ നമുക്ക് നമ്മുടെ പാക്കിലാക്കി അതിനുള്ളിൽ കയറ്റിനെ വെക്കാം. ഇത് നമ്മൾ തുറക്കണില്ല. നമുക്കിനി എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ വേറെ ക്രാഫ്റ്റുകൾ കാണാം. ലബൂബൊക്കെ ഇനി പറയിക്കുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗെയിമിംഗ് ബുക്കാണ്. AC ഗെയിമിംഗ് ബുക്കിൽ ഇപ്പം അത് 2-3 ദിവസമായി തുറന്ന് നോക്കിയിട്ട് അപ്പോഴത്തേക്ക് ഇതിൽ എന്തൊക്കെ സാധനം മിസ്സിങ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇതിങ്ങനെ മറിക്കുമ്പോൾ എൻ്റെ ഇതിൽ കണ്ണിന് ഇതുപോലെ പോവും ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൽ ഭയങ്കരമല്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഗെയിമൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതല്ല കേട്ടോ ഗെയിം. ഫസ്റ്റത്തെ ഗെയിം ഇതാണ്, ഒരു ബ്ലൈൻഡ് ഗെയിമാണ്. പ്രാണിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവമുണ്ട്. ഓരോ കാർഡിനൊക്കെ ഈ കാർഡ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറച്ചു വെക്കും. എന്നിട്ട് എന്താ പറയണേ, വേറെ ഒരെണ്ണം മിസ്സിങ്. ഒരെണ്ണം ആദ്യം ഇതിങ്ങനെ നമ്മൾ രാത്രിയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടിയില്ല, തെറ്റിപ്പോയി. അപ്പോൾ ഇനി ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതാണ് ഗെയിം. ഇതിങ്ങനെ വേറെ ആളുമായിട്ട് നമ്മൾ 2 പേരായിട്ട് കളിക്കേണ്ട ഗെയിമാണ്. എന്നാലേ ഒരു രസം വരുള്ളൂ. അപ്പോൾ അതൊരു ഗെയിം. രണ്ടാമത്തെ പസിൽ ഗെയിം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗെയിമാണ് പസിൽ ഗെയിം. അപ്പോൾ ഈ ഗെയിമിൽ നമുക്ക് കുറേ പസിൽ വരുന്നുണ്ട്. അതിൽ കുറേ മിസ്സിങ് ആയിട്ടുണ്ട്, എവിടെ പോയെന്നറിയില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്താ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നൊരു ഗെയിമാണിത്. പസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇന്ന് വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിം. ഇതൊരു ഗാർഡൻ്റെ ലുക്ക് വരും ലാസ്റ്റ്. ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോയുടെ അവസാനം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോഴത്തേക്ക് ഗാർഡൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ അടുത്ത ഗെയിം ഇതാണ് ഒരു ഡേയ്സ് ഗെയിമാണ്, ഒരു ഈറ്റിംഗ് ഗെയിം. അപ്പം നമ്മളിതിൽ ഒരു ഡേയ്സ് ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം ഡേയ്സ് ഒരു റബ്ബറാണ് ഗെയ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ ഓരോ ഇങ്ങനെ പോയിൻ്റ് ആവുന്നു. ഇത് മിക്കവർക്കും അറിയാവുന്ന ഗെയിമായതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ഈറ്റിംഗ് ഗെയിമാണ്. ഇത് നേരെ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിലൊരു കാർഡ് ഞാനിത് ഉണ്ടാക്കിയപ്പോഴേ മിസ്സിങ് ആണ്. അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഓരോരോ കളർ വറുത്ത് ഇങ്ങനെ കളർ വെച്ചിട്ട് കളിക്കുന്ന മറ്റേ എന്താ പറയണേ, ഇങ്ങനെ ആ സംഭവമാണ്. അപ്പോൾ അത് ഒരെണ്ണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരെണ്ണം കാണാനില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് കളിക്കുന്നില്ല. അടുത്തത് ഇത് നമുക്ക് ഈ സാധനം വേണം. അത് ലക്കി ഗെയിമാണ്, ലക്കി ഗെയിം. അപ്പോൾ നമുക്കിത് ഒരു സംഭവം ഇടാം. കുറേ നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലിടുമ്പോൾ 4 കിട്ടി. 4 എന്താണ്? ഡോഗ്. ഞാൻ ഡോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ഇടുന്നു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ വരും. 4 1 ഗുഡ്. നല്ല അങ്ങനത്തെ ഒരു ഗെയിമാണ്. അതിൽ കുറേ സംഭവം. 1 ഗുഡ്, ഡോഗ്, എന്താന്ന് നോക്കിയേ, അൺലക്കി, പിന്നെ അങ്ങനത്തെ ബാഡ്, ലക്കി, ക്യാറ്റ്, അങ്ങനത്തെ കുറേ സംഭവമുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഇത് ലക്കി ഗെയിമാണ്. ഇനി ലാസ്റ്റായിട്ട് പോയിസൺ ഗെയിം. പോയിസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരിടക്ക് ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങനെ ഓരോരോ പീസ് കഴിക്കുന്ന സംഭവം വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പേപ്പറാണ് വയ്ക്കുന്നത്. എന്നിട്ട് 2 പേരുണ്ട് കളിക്കാൻ. അപ്പോൾ ഒരാൾ ഇതിൽ ഒരു സംഭവം തൊട്ടിട്ട് പോയിസൺ എന്ന് പറയും. എന്നിട്ട് വേറൊരാൾ തിരിഞ്ഞിരിക്കുമ്പോൾ ആ ആൾ തന്നെ അടുത്ത പോയിസൺ വയ്ക്കും. അങ്ങനെ കഴിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കഴിക്കുന്നത് പോയിസൺ ആയിരിക്കും. അപ്പോൾ ആരാണ് ആദ്യം പോയിസൺ കഴിക്കുന്നത് അവർ ഔട്ടാവും കളയുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഇത് നമുക്ക് വേറെ ദിവസം ഇടാം. ഇപ്പുറത്ത് പിന്നെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഗെയിമിംഗ് ബുക്ക്. ഇവിടെ കുറേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇന്നലെ പറിച്ചെടുത്തു. ഗെയിമിംഗ് ബുക്ക്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു സംഭവം, ഇത് ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ സ്കൂളിലൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പറഞ്ഞപ്പോൾ ഒരു അടുക്കള ഉണ്ടായിരുന്നു. അടുക്കള ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിക്കൊണ്ട് പോയി ഒറ്റക്ക്. അപ്പോഴത്തേക്ക് അതിന് വലിയ അടുക്കളയായിരുന്നു, നല്ല രസമായിരുന്നു. ഇത് തന്നെ സംഭവം, പക്ഷെ ഇങ്ങനെയൊന്നുമില്ല.
ഇവിടെയൊക്കെ വേറെ സെറ്റപ്പൊക്കെ വന്നിട്ടുള്ള സംഭവമായിരുന്നു. ആ അടുക്കള ഒരു നല്ല രസമുള്ള ഒരു അടുക്കളയായിരുന്നു. അത് ഞാൻ സ്കൂളിൽ കൊടുത്ത് അവർക്ക് മേടിച്ച് വെച്ചല്ലോ. അപ്പോൾ അത് മേടിച്ച് വെച്ചപ്പോൾ ഞാനൊരു ചെറുതുണ്ടാക്കി ഗൈസ്. അത് ഞാൻ പണ്ടേ അതിൻ്റെ പണി കഴിയേണ്ടതായിരുന്നു. ഞാനത് കൊണ്ട് എവിടെയോ ഇട്ടിട്ട് പിന്നെ അത് ചെയ്യാൻ വേണ്ടി നിന്നില്ല. കാരണം ഇത് കണ്ടില്ലേ, ഇതെന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതൊരു അടുപ്പാണ്. അടുപ്പിലാണെങ്കിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ഫ്ലവർ വേസാണ്, ഫ്ലവർ ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ട് വെക്കണതാണ്. പിന്നെ ഞാൻ മറ്റേ അടുക്കള ചെയ്തപ്പോൾ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു അടുപ്പും ഒരു വാഷ് ബേസിൻ അങ്ങനെ സംഭവമാണ്. അപ്പോൾ ഇതിന് ഈ പർപ്പിൾ കളർ ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് വൈറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളർ തീരാറായി. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പർപ്പിൾ എടുത്ത് വൈറ്റ് പെയിൻറ്റിൻ്റെ ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അടിച്ചപ്പോൾ കിട്ടിയ കളറാണിത്. ഇത് ഭയങ്കര ഡാർക്കായി പോയതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ ഇട്ടിട്ട് പോകുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഡാർക്ക് കളറ്. ഞാൻ ഇതൊരു ലൈറ്റ് കളർ ആക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പെയിൻ്റൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ് പിന്നെ മേടിച്ചില്ല. ഇതുവരെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഇല്ല ഗൈസ്. അപ്പോൾ ഇനി ഞാൻ വൈറ്റ് കളർ മേടിച്ച് ഇത് വീണ്ടും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതെന്ന് ചെയ്ത് കഴിയുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സ്വഭാവം പോലെ ഇരിക്കും ഇത്. ഞാൻ ഒരെണ്ണം ഇട്ടിട്ട് പോയാൽ പിന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് കാർഡ്ബോർഡാട്ടോ മൊത്തത്തിൽ. ഞാൻ മറ്റേത് കാർഡ്ബോർഡിൽ തന്നെയാണ്, പക്ഷേ വേറൊരു ടൈപ്പ് കാർഡ്ബോർഡാണിത്. പിന്നെ ഗൈസ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ലബൂബു പോലെ ഞാൻ ഒറിജിനൽ ലബൂബു പോലെ ഇച്ചിരി കൂടി വലിയ ഒരു ബോക്സിൽ ലബൂബുവിനെ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ലബൂബുവിനെ വേറെ സ്ക്വിഷി ലബൂബുവിനെ ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി ഒറിജിനാലിറ്റിക്ക് പോലത്തെ ലബൂബുവിനെ ഉണ്ടാക്കുന്ന വീഡിയോ ഉറപ്പായിട്ട് ഇടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ചെയ്യണോ വേണ്ടയോന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലബൂബുവിനെ കാണിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ ഗെയിമിംഗ് ബുക്കും അടുക്കളയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. ബൈ.